قد أنزل ربي القرآن نورا للناس وتبيانا نحيا بهداه وشرعته شيبا شبانا وفتيانا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഖുർആൻ ടാലന്റ് ഷോയുടെ ആകാംക്ഷാഭരിതമായ എലിമിനേഷൻ റൗണ്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം വന്യരായ ജൂറിമാരെ നമുക്ക് സ്വാഗതം ചെയ്യാം. 7 പാരായണ രീതിയിലും അവഗാഹവും നൈപുണ്യവും നേടിയ ഹാഫിൽ ഖാരി സിദ്ദീഖ് അലി ബാഖവി ഫ്രം ചെന്നൈ, സുബൈർ അൻവരി മേലാറ്റൂർ. നമുക്കിന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് വൈറ്റ് റാംപ് ഡയറക്ടർ തോഹ മൊഹിയുദ്ദീൻ. അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഖുർആൻ ടാലന്റ് ഷോയിൽ ഇതുവരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന മത്സരാർത്ഥികളിൽ അല്പം ചിലർ നമ്മോടൊപ്പം വരും നാളുകളിലും ഉണ്ടാകും. പക്ഷേ ചില ആളുകൾ നമ്മുടെ മത്സരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടതുണ്ട്. അവരാരൊക്കെയെന്ന് നമുക്ക് നോക്കിക്കാണാം. ആദ്യമായി നമുക്ക് ക്ഷണിക്കാം അബ്ദുള്ള തിരൂർക്കാട്. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما خالدين فيها حسنت مستقرا ومقاما. അബ്ദുള്ള തിരൂർക്കാട് ഹാഫിളാണ്, നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്നു, നല്ലൊരു ഗായകനാണ്. ആത്മവിശ്വാസമുണ്ടോ സെക്കൻഡ് റൗണ്ടിലെത്തുമെന്ന്? നല്ല ആത്മവിശ്വാസമുണ്ട് അത്യാവശ്യം. ഒരു പക്ഷേ സെക്കൻഡ് റൗണ്ടിൽ എത്തിയിട്ടില്ലെങ്കിൽ അബ്ദുള്ള എന്ന ഗായകൻ്റെ ആ ഒരു ശബ്ദമാധുര്യം പ്രേക്ഷകർക്ക് കാണാൻ കഴിയുമോ പാട്ടിലൂടെ? ഇല്ല. ഒരു 4 വരി പ്രേക്ഷകർക്ക് വേണ്ടി പാടുമോ? പാരിലോരമ്പിളിച്ചേലിലുദിച്ചു റമളാൻ നിലാവൊളി പരന്നു, റബ്ബിൻ്റെ മുന്നിൽ സുജൂദുകൾ ചെയ്തു ചരാചരങ്ങൾ സ്തുതിയോതിടുന്നു, ചരാചരങ്ങൾ സ്തുതിയോതിടുന്നു. പാരിലോരമ്പിളി ചേലിലുദിച്ചു റമളാൻ നിലാവൊളി പരന്നു, വിണ്ണിൽ നിന്നും മണ്ണിലിറങ്ങിയ ദിവ്യ സന്ദേശം മാനവ മോക്ഷം, വിണ്ണിൽ നിന്നും മണ്ണിലിറങ്ങിയ ദിവ്യ സന്ദേശം മാനവ മോക്ഷം, എതിരേൽക്കുന്നടിയങ്ങൾ ഈ പുണ്യമാസം, എതിരേൽക്കുന്നടിയങ്ങൾ ഈ പുണ്യമാസം, പാപികൾ തേടുന്നു നിൻ സമക്ഷം. പാരിലോരമ്പിളി ചേലിലുദിച്ചു റമളാൻ നിലാവൊളി പരന്നു. അബ്ദുള്ള, ആ അനുഗ്രഹീത കണ്ഠങ്ങളിൽ നിന്നൊഴുകി വരുന്ന സ്വരരാഗ സുധ പ്രേക്ഷകർക്ക് ഇനിയും ആസ്വദിക്കാനും അനുഭവിക്കാനും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയൂ. എനിക്കും. ജൂറിയോട് ചോദിക്കാം നമുക്ക്. ചോദിക്കാം. അൻവരി ഉസ്താദ്. അബ്ദുള്ള നല്ല ഗാന ആലാപനം അല്ലേ? പക്ഷേ ഇത് ഖിറാഅത്ത് മത്സരമാണ് അല്ലേ? ഗാനമത്സരം അല്ലല്ലോ. ഗാനത്തിൽ പരമാവധി അതിൻ്റെ നിയമങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ? അതുപോലെ അടുത്ത ചാൻസിൽ ഖിറാഅത്തിനും വേണ്ടി പരമാവധി തയ്യാറെടുക്കണമെന്ന അപേക്ഷയോടുകൂടി അടുത്ത ചാൻസിൽ അവസരമുണ്ട് എന്നറിയിക്കുന്നു. അൽഹംദുലില്ലാഹ്. അബ്ദുള്ള, പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചോ? സ്വീകരിച്ചു. ഉമ്മ ഉപ്പ എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അല്ലേ? ഏതായാലും ഭാവുകങ്ങൾ വീണ്ടും അവസരങ്ങളെ സജീവമാക്കി വലിയൊരു മുന്നേറ്റത്തിന് പടച്ചാൻ തുടക്കട്ടെ.
وفتيانا شيبا شبانا وفتيانا. അടുത്തതായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് അബ്ദുള്ള തൂതയാണ്. وأسروا قولكم أو اجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير. അബ്ദുള്ള ഒരബ്ദുള്ള ഇന്നായി. അതെ, ഇനി മറ്റൊരു അബ്ദുള്ള ഔട്ടാകുമോ എന്ന ആശങ്ക മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ. അല്ലാഹു അലം. നമുക്ക് ജഡ്ജിനോട് തന്നെ ചോദിക്കാം. അതെ, ഓക്കെ. ഓക്കെ. അൻവരി ഉസ്താദ്, അബ്ദുള്ളയുടെ ഖിറാഅത്തിൽ തജ്വീദുമായി ബന്ധപ്പെട്ട ചില നിയമ പ്രശ്നങ്ങൾക്ക് വിധേയനായതുകൊണ്ട് അറിയിക്കാൻ വിഷമമുണ്ടെങ്കിലും നിവൃത്തിയില്ലാത്തതുകൊണ്ട് നിങ്ങൾ അടുത്ത ചാൻസിന് നിർവാഹമില്ല എന്നറിയിക്കും. പരാജയം വിജയത്തിന്റെ ചവിട്ടുപടിയാണെന്നാണ് അല്ലേ? അതെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അത്ര മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയൂ. പോകുന്നതിന് മുമ്പ് വൈറ്റ് റാം നിങ്ങൾക്ക് നൽകുന്ന ഒരു സമ്മാനമുണ്ട്. അത് നൽകാൻ വേണ്ടി അതിന്റെ ഡയറക്ടർ തോഹ മൊഹീദ്ദീനെ ക്ഷണിക്കുന്നു. ദർശന TV നിങ്ങൾക്ക് നൽകുന്ന പാരായണത്തിനുള്ള സർട്ടിഫിക്കറ്റാണ്. അത് നൽകാൻ വേണ്ടി HR മാനേജർ ഷെരീഫ് സാറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഉയരങ്ങളിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. شيبا شبانا وفتيانا شيبا شبانا وفتيانا. അടുത്തതായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് മൊഹിയുദ്ദീൻ വെളിമുക്കാണ്. كذبت قبلهم قوم نوح وعاد وفرعون ذو الأوتاد وثمود وقوم لوط وأصحاب الأيكة أولئك الأحزاب. മൊഹിയുദ്ദീൻ യെസ്, സെക്കൻഡ് റൗണ്ടിൽ എത്തുമെന്ന് പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയുണ്ട്. കോൺഫിഡൻ്റ് ആണ്. എത്തും. പ്രതീക്ഷയുണ്ട്. ചോദിക്കാം നമുക്ക് ജഡ്ജിനോട്. ചോദിക്കാം. ഓക്കെ. അൻവരി ഉസ്താദ്, ഖിറാഅത്ത് മത്സരമായതുകൊണ്ടും അതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് തജ്വീദിൻ്റെ നിയമങ്ങളായതുകൊണ്ടും അതിൽ വന്ന ചില പ്രശ്നങ്ങൾ കാരണം മൊഹീദ്ദീൻ അടുത്ത റൗണ്ടിൽ മത്സരിക്കാൻ നിർവാഹമില്ല എന്നറിയിക്കും. മൊഹിയുദ്ദീനെ, യെസ്, ഉയരങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ഖുർആനിക പാരായണത്തിൻ്റെ മനോഹാരിതയെ ഉൾക്കൊണ്ട് വിജയത്തെ കരുപിടിപ്പിക്കാൻ പടച്ചറബ് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങൾക്ക് വേണ്ടി ഒരു സമ്മാനം നീക്കി വെച്ചിട്ടുണ്ട്. അത് നൽകുന്നതിന് വേണ്ടി ഡയറക്ടർ തോഹ മൊഹീദ്ദീനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദർശന TVയുടെ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടി HR മാനേജർ ഷെരീഫ് സാറെ ക്ഷണിക്കുന്നു. قد خصك الرحمن بالفضل والتيجان والروح والريحان يا دائما شيبا شبانا وفتيانا. അടുത്തതായി നമ്മുടെ മുമ്പിലെത്തുന്നത് തന്റെ ശബ്ദ സൗകുമാര്യത കൊണ്ട് പ്രേക്ഷകരുടെ മനം കുളിർപ്പിച്ച മുഹമ്മദ് അസ്അദ് കോട്ടക്കൽ. دخلت جنتك قلت ما شاء
إن ترني أنا أقل منك مالا وولدا. വഅലൈക്കും അസ്സലാം. മുഹമ്മദ് അസാദ്, സെക്കൻഡ് റൗണ്ടിലേക്ക് ജഡ്ജ് കനിഞ്ഞിട്ടുണ്ടോ എന്ന് മാത്രമാണ് നമുക്കറിയേണ്ടത്. നമുക്ക് ജഡ്ജിനോട് തന്നെ ചോദിച്ചു നോക്കാം. പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്. ചോദിക്കാം നമുക്ക് ജഡ്ജിനോട്. അൻവരി ഉസ്താദ്, ഖിറാഅത്തിൽ ശൈലിയിലേറെ പരിഗണിക്കേണ്ടത് തജ്വീദിൻ്റെ നിയമങ്ങളാണ്. തജ്വീദിൻ്റെ നിയമത്തോടു കൂടി മാത്രമേ ഖുർആൻ പാരായണം ചെയ്യാവൂ. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിന് ചാൻസിലേക്ക് പരമാവധി തയ്യാറെടുക്കണമെന്ന് അപേക്ഷയോടുകൂടി അടുത്ത ചാൻസിന് അർഹതയുണ്ട് എന്നറിയിക്കുന്നു. അൽഹംദുലില്ലാ, പടച്ചവന് സ്തുതിയല്ലേ. വീണ്ടും വിജയങ്ങളിലേക്കെത്താൻ നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, കീഴ്പയ്യൂരിൽ നിന്നുമുള്ള അബ്ദുറഹിമാൻ സാഹിബ്. أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. വഅലൈക്കും അസ്സലാം. അബ്ദുറഹിമാൻ കാ, മൈക്ക് അടുത്ത് പിടിക്കൂ. ഹലോ, കോൺഫിഡന്റ് അല്ലേ? അല്ലാഹു ആലം. ഖത്തറിൽ നിന്ന് വന്നതല്ലേ? ഖത്തറിൽ നിന്ന് തിരിച്ചു പോകാനുണ്ട് അടുത്ത മാസം അല്ലേ? അടുത്ത മാസം ഇൻഷാ അല്ലാഹ്. ഏതായാലും ജഡ്ജിനോട് നമുക്ക് ചോദിക്കാം, എന്താണ് നമ്മുടെ വിധി? അൻവരി ഉസ്താദ്, തജ്വീദിൻ്റെ നിയമങ്ങളിൽ വന്ന ചില പിഴവുകൾ പരിഗണിക്കേണ്ടതുകൊണ്ട് അത് നോക്കിയത് കൊണ്ട് തന്നെ അടുത്ത ചാൻസിലേക്ക് അർഹതയില്ല എന്ന് ക്ഷമത്തോടു കൂടി അറിയിക്കുന്നു. ഏതായാലും ഇതൊരു സങ്കടമായി സൂക്ഷിക്കേണ്ടതല്ല. ഇത് നമുക്ക് പരിമിതികളും പരിധികളും ഉണ്ടല്ലോ ഒരു ടാലന്റ് ഷോക്ക്. അതുകൊണ്ട് എന്തായാലും അവസരങ്ങൾ നമ്മെ തേടിയെത്തും. അവസരങ്ങളെ തേടി നമ്മളും പോകണം. പടച്ചവൻ ബർക്കത്ത് ചെയ്യും. ഏതായാലും ഈ പരിപാടിയിൽ പങ്കെടുത്തതിനു വേണ്ടി വൈറ്റ് റാം, കോഴിക്കോട്ടെ വൈറ്റ് റാം നൽകുന്ന ഒരു സമ്മാനം, പാരിതോഷികം നിങ്ങൾക്കുണ്ട്. അത് നൽകുന്നതിനു വേണ്ടി ഡയറക്ടർ തോഹ മൊഹിയുദ്ദീനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇനി ദർശന TV നിങ്ങൾക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെ വിതരണമാണ്. നടത്തുന്നതിനു വേണ്ടി ദർശനയുടെ HR മാനേജർ ഷെരീഫ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. شبانا وفتيانا شبانا وفتيانا. അടുത്തതായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് പ്രേക്ഷകർക്ക് ആത്മസായുജ്യത്തിന്റെ അനർഘ നിമിഷങ്ങൾ സമ്മാനിച്ച സ്വാദിഖ് വെളിമണ്ണ. قال رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي واجعل لي وزيرا من أهلي. വഅലൈക്കും അസ്സലാം. സ്വാദിഖേ, വേഷവും ഈ സംവിധാനവും ഒക്കെ ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രകടനമാണോ? അത്രയൊന്നുമില്ല. സെക്കൻഡ് റൗണ്ടിലേക്ക് എത്തുമെന്ന ഉജ്ജ്വലമായ പ്രതീക്ഷയുണ്ട് അല്ലേ? കൂടുതൽ പ്രതീക്ഷയില്ല. അതെന്താ?
നന്നായി പാരായണം ചെയ്തിട്ടില്ലേ? എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പാരായണം ചെയ്തിട്ടുണ്ട്. ഏതായാലും നമുക്ക് ജഡ്ജിനോട് ചോദിക്കാം. അതെ. ഓക്കെ, സുബൈർ അൻവരി ഉസ്താദെ. വേഷത്തിലും മറ്റും തയ്യാറെടുക്കുന്നതിലുപരിയായി തജ്വീദിൻ്റെ നിയമങ്ങൾ, ഖുർആൻ പാരായണ ശാസ്ത്രം അതിലേക്ക് ഇറങ്ങി അത് പരമാവധി അടുത്ത ചാൻസിലേക്ക് ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശത്തോടുകൂടി അടുത്ത ചാൻസിന് അർഹതയുള്ളതായി അറിയിക്കുന്നു. അൽഹംദുലില്ലാഹ്, പടച്ചോന് സ്തുതി. ഓക്കെ, വീണ്ടും വിജയത്തിൻ്റെ നാഴികക്കല്ലുകൾ താണ്ടാൻ പടച്ചോൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അബ്ദുറഹിമാൻ അൻവരി കാട്ടൂരാണ് അടുത്തതായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. തൻസീലും മിൻ ഹകീമിൻ ഹമീദ്. അൻവരിയല്ലേ? അതെ. ആ ചുണ്ടിലെ പുഞ്ചിരി കണ്ടിട്ട് സെക്കൻഡ് റൗണ്ടിലേക്ക് എത്തി എന്ന വിശ്വാസത്തിലാണല്ലോ. ഇല്ല എന്തിനും നേരിടാൻ തയ്യാറാണ്. എന്തിനേയും നേരിടാൻ തയ്യാറാണ്. മാഷാ അല്ലാഹ്. ഏതായാലും ജഡ്ജിനോട് നമുക്ക് ചോദിക്കാം അല്ലേ? ഉസ്താദ് സുബൈർ അൻവരി, പാരായണ നിയമങ്ങൾ പരമാവധി ഇനിയും ശ്രദ്ധിക്കണം. അതിനുവേണ്ടിയുള്ള ഉസ്താദുമാരെ കൈവിടാതെ പിന്തുടരണം എന്നുള്ള അപേക്ഷയോടുകൂടിയും അടുത്ത ചാൻസിലേക്ക് അർഹതയുള്ളതായി അറിയിക്കുന്നു. അൽഹംദുലില്ലാഹ് അല്ലേ? അപ്പോൾ ഒന്ന് ഒരുങ്ങാം. വിശുദ്ധ ഹജ്ജ് തീർത്ഥാടനത്തിനാണ് അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അല്ലേ? ആ ഒരുക്കങ്ങൾക്ക് ഈ ഒരു വിജയം മുതൽക്കൂട്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കുന്നംകുളത്തു നിന്നുള്ള മുഹമ്മദ് അബ്ദുൽ മുജീബ്. وكلا ضربنا له الأمثال وكلا تبرنا تتبيرا ولقد أتوا على القرية التي أمطرت مطر السوء. വഅലൈക്കും അസ്സലാം. മുഹമ്മദ് അബ്ദുൽ മുജീബ്, എന്താണ് പ്രതീക്ഷയുണ്ടോ? സെക്കൻഡ് റൗണ്ടിലെത്തും പ്രതീക്ഷയുണ്ട്. ആ കോൺഫിഡൻറ്റിനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ജഡ്ജിനോട് ചോദിക്കാം നമുക്ക്. ഉസ്താദ്, പാരായണ ശൈലിയിലും ശബ്ദത്തിലും ക്രമീകരണത്തിന് വേണ്ടി പരമാവധി ശ്രമിക്കുന്നത് പോലെ അതിലേറെ ഗൗരവത്തോടുകൂടി തജ്വീദിൻ്റെ നിയമം പാലിക്കാൻ ഖിറാഅത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണമെന്ന നിർദ്ദേശത്തോടുകൂടി അടുത്ത റൗണ്ട് ചാൻസിലേക്ക് അർഹതയുണ്ടെന്ന് അറിയിക്കുന്നു. അപ്പോൾ മുന്നോട്ടുള്ളൊരു അശ്വമേധത്തിൻ്റെ നാന്ദിയാകട്ടെ ഇത് അല്ലേ? ഓക്കെ, പടച്ചോൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഓക്കെ, അടുത്തതായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് അബ്ദുൽ ഖയ്യൂം ഏലംകുളം. يا زكريا إنا نبشرك بغلام اسمه يحيى لم نجعل له من قبل سميا قال رب أنى يكون لي غلام وكانت امرأتي عاقرا. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അബ്ദുൽ ഖയ്യൂം, കോൺഫിഡൻ്റ് ആണല്ലേ? കോൺഫിഡൻറ്റ് കുറച്ച് കുറവുണ്ടോ? അതെന്താണ് കാരണം? തജ്വീദിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നു.
അപ്പോൾ ജഡ്ജിൻ്റെ കമൻറ്റ് തന്നെ നമുക്ക് കേൾക്കാം. അതെ അല്ലേ? ഉസ്താദ് സുബൈർ അൻവരി. ഖിറാഅത്തിൽ തജ്വീദിൻ്റെ നിയമങ്ങൾ അതിന് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എന്ന ബോധ്യം ഉണ്ടായി എന്ന സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാ. അതോടുകൂടി ഒരു പരാജയം മറ്റൊരു മത്സരത്തിന് അതല്ലെങ്കിൽ ഒരു അവസരം ഉപയോഗപ്പെടുത്തുന്നതിനോ തടസ്സമാവരുത് എന്ന അപേക്ഷയോടുകൂടി ഇൻഷാ അല്ലാ. അടുത്ത ചാൻസിന് അർഹതയില്ല എന്നറിയിക്കും. ഏതായാലും വഴികൾ മറക്കരുത്. ഇൻഷാ അല്ലാ. ഇനിയും തുടരണം ഇൻഷാ അല്ലാ. ഈ പടയോട്ടം. പരിശുദ്ധ ഖുർആനിന്റെ വചനധാരകളിലൂടെയുള്ള ആ തീർത്ഥാടനം, ഇൻഷാ അല്ലാ. ആത്മസായുജ്യത്തിൻ്റെയും ആനന്ദാതിരേകത്തിൻ്റെയും ആ മനോഹരമായ ആ ഖുർആനികമായ പാരായണം സമൂഹത്തിന് ഇനിയും നൽകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. വൈറ്റ് റാം നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഒരു പാരിതോഷികം നൽകാൻ വേണ്ടി ഡയറക്ടർ ത്വഹ മുഹയ്യുദ്ദീനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദർശന TV നൽകുന്ന സർട്ടിഫിക്കറ്റ് HR മാനേജർ ഷെരീഫ് സാർ നൽകുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. يا قارئ الآيات في الجمع والخلوات تزهو بك السماوات وتنتشي الأكوان يا حامل القرآن يا حامل القرآن ابن شبانا وفتيانا ابن شبانا وفتيانا. ശബ്ദ സൗകുമാര്യത കൊണ്ട് പ്രേക്ഷകരെ കുളിരണിയിപ്പിച്ച ഷുഐബ് ബിൻ ഉമർ. يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم. يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. السلام عليكم. വഅലൈക്കും അസ്സലാം. ഷുഐബ്, അതെ, എന്തൊരു ചിരിയാണിത്. സെക്കൻഡ് റൗണ്ടിൽ എത്തിയോ? അറിയില്ല, ഇൻഷാ അല്ലാ. അറിയില്ല, ഇൻഷാ അല്ലാ. വെറുതെ ടെൻഷൻ അടിക്കണ്ടല്ലോ, ജഡ്ജി ഇവിടെ ഉണ്ട്, ചോദിച്ചു നോക്കാം നമുക്ക്. ഇൻഷാ അല്ലാ. ഓക്കെ, ഉസ്താദ് സുബൈർ അൻവരി. ഈ ഇളം പ്രായത്തിലും മുതിർന്നവരോട് മത്സരിക്കാൻ തയ്യാറാതെ ആയതിൽ, അതിന് ധൈര്യം കാണിച്ചതിൽ സന്തോഷം ഉണ്ട്. അതറിയിക്കുന്നതോടുകൂടി തജ്വീദിൻ്റെ വിഷയമായതുകൊണ്ട്, ഖുർആനിൻ്റെ വിഷയമായതുകൊണ്ട് അതിൽ വന്ന പിഴവുകൾ കാരണം അടുത്ത ചാൻസിലേക്ക് അർഹതയില്ല എന്നാണ് അറിയിക്കാനുള്ളത്. ഷുഐബ് ബിൻ ഉമർ, ഓക്കെ, നന്നായി പാരായണം ചെയ്യും. തജ്വീദ് നന്നായി പഠിച്ച് വീണ്ടും പുതിയ പുതിയ മത്സരങ്ങളും അവസരങ്ങളും സൃഷ്ടിച്ച് വിജയങ്ങളിലെത്താൻ പടച്ചോൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വൈറ്റ് റാം നിങ്ങൾക്ക് നൽകുന്ന ഒരു പാരിതോഷികം നൽകാൻ വേണ്ടി ഡയറക്ടർ ത്വഹ മുഹയ്യുദ്ദീനെ ക്ഷണിക്കുന്നു. ദർശന TV നൽകുന്ന സർട്ടിഫിക്കറ്റ് HR മാനേജർ ഷെരീഫ് സാർ നൽകും. ഓക്കെ, പ്രാർത്ഥനയിൽ നമ്മയും പെടുത്തണം എന്ന വസിയത്തോടു കൂടി. ഓക്കെ, അസ്സലാം. മുഹമ്മദ് മുനീറാണ് അടുത്തതായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. واذكرن ما يتلى في بيوتكن من آيات الله والحكمة إن
الله كان لطيفا خبيرا. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മുനീറെ, ജഡ്ജിനോട് ചോദിക്കാം. കോൺഫിഡൻ്റ് ആണോ? പ്രതീക്ഷയുണ്ടോ? കുറച്ച്. അതെന്താ? തജ്വീദിൽ കുറച്ച് പാളിച്ചുണ്ടായിട്ടുണ്ടെന്ന് സ്വയം ബോധ്യമുണ്ട്. എന്നാൽ പിന്നെ ജഡ്ജിനോട് തന്നെ ചോദിക്കാലോ. ഉസ്താദ്, ഇത് തജ്വീദ് പഠനത്തിനും അതിൽ പരമാവധി ശ്രദ്ധിക്കുന്നതിനും അതിനുവേണ്ടിയുള്ള ഒരു കാരണമാവണം ഇത് എന്ന നിർദ്ദേശത്തോടു കൂടി ആ വിഷയത്തിൽ വന്ന ചില പ്രശ്നങ്ങൾ കാരണം അടുത്ത ചാൻസിൽ നിർവാഹമില്ല എന്നാണ് അറിയിക്കാനുള്ളത്. മുനീർ, എന്തായാലും ഹാഫിലാണല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും കൂടുതൽ പാരായണം മികവുറ്റതാക്കാൻ സാധിക്കും. പടച്ചോൻ അനുഗ്രഹിക്കട്ടെ. വൈറ്റ് റാം നിങ്ങൾക്ക് വേണ്ടി ഒരു പാരിതോഷികം നൽകുന്നു. അത് നൽകാൻ വേണ്ടി ഡയറക്ടർ തോഹ മൊഹിയുദ്ദീനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സന്തോഷമായോ? ദർശന TV നിങ്ങൾക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റ് നൽകാൻ വേണ്ടി HR മാനേജർ ഷെരീഫ് സാറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വഅലൈക്കും അസ്സലാം അടുത്തതായി വയനാട്ടിൽ നിന്നും മുഹമ്മദ് ഷഫീഖ്. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഷഫീഖെ, അതെ, ജഡ്ജിനോട് ചോദിക്കാം നമുക്ക്, അല്ലേ? സുബൈർ ഉസ്താദ്, മത്സരത്തിലെ പാരായണത്തിന് ശേഷം ഉണർത്തിയ ആ പിഴവുകളൊക്കെ ശ്രദ്ധിക്കണം. ഒരു പരാജയം തുടർന്നുള്ള മത്സരരംഗത്തേക്കുള്ള തയ്യാറെടുപ്പിന് തടസ്സമാവരുത് എന്ന അപേക്ഷയോടുകൂടി അടുത്ത മത്സരത്തിൽ അവസരമില്ല എന്നാണ് അറിയിക്കാനുള്ളത്. ഷഫീഖ്, വീണ്ടും പാരായണവുമായി ബന്ധപ്പെട്ട് മുന്നേറാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈറ്റ് റാം ഡയറക്ടർ വൈറ്റ് റാം നിങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ച പാരിതോഷികം നൽകുന്നു. നൽകാൻ വേണ്ടി സ്നേഹപൂർവ്വം തോഹ മൊഹിയുദ്ദീനെ ക്ഷണിക്കുന്നു. ദർശന TV നൽകുന്ന സർട്ടിഫിക്കറ്റ് നൽകാൻ വേണ്ടി മാനേജർ ഷെരീഫ് സാർ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. താജുദ്ദീൻ വെളിമണ്ണയാണ് അടുത്തതായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. قل ما يكون لي أن أبدله من تلقاء نفسي إن أتبع إلا ما يوحى إلي. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. താജുദ്ദീൻ, കോൺഫിഡൻ്റ് അല്ലേ? കോൺഫിഡൻ്റ് അല്ലേ? കോൺഫിഡൻ്റ് ആണ്. ആണ്. പ്രതീക്ഷയുണ്ട്? പ്രതീക്ഷ കുറവാണോ? അതെന്താ? ഏതായാലും ജഡ്ജിനോട് ചോദിക്കാം. ഓക്കെ. സുബൈർ അൻവരി, തജ്വീദ് വിഷയത്തിൽ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് അത് ഖിറാഅത്തിൽ കൊണ്ടുവരാൻ പരമാവധി ശ്രമം നടത്തിക്കൊണ്ടായിരിക്കണം
അടുത്ത ചാൻസ് ഉപയോഗപ്പെടുത്താൻ കാത്തിരിക്കേണ്ടത് എന്ന നിർദ്ദേശത്തോടു കൂടി അടുത്ത ചാൻസിന് അർഹതയുള്ളതായി അറിയിക്കുന്നു. അൽഹംദുലില്ലാ അല്ലേ? ഓക്കെ, വീണ്ടും വിജയത്തിൻ്റെ നൗകയിലേറാൻ പടച്ചറബ് അനുഗ്രഹിക്കട്ടെ. ആമീൻ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അടുത്തതായി നമ്മുടെ മുമ്പിലെത്തുന്നത് 14 വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് നഈം മലപ്പുറം. إذا تتلى عليه آياتنا قال أساطير الأولين كلا بل ران على قلوبهم ما كانوا يكسبون كلا إنهم عن ربهم يومئذ لمحجوبون. വലൈക്കും അസ്സലാം. നഈം, സന്തോഷമാണോ? ഹാഫിളല്ലേ നഈം? അല്ലേ? തജ്വീദ് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? പ്രതീക്ഷയുണ്ടോ സെക്കൻഡ് റൗണ്ടിലേക്ക്? പ്രതീക്ഷയുണ്ട്. ചോദിക്കാം നമുക്ക് ജഡ്ജിനോട് അല്ലേ? മത്സരാർത്ഥികളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഈ ഇളം പ്രായക്കാരന് അടുത്ത മത്സരത്തിലേക്ക് ചാൻസ് ഉള്ളതായി അറിയിക്കുന്നു. പടച്ചോന് സ്തുതി അല്ലേ? അപ്പോൾ വീണ്ടും ഇനിയുള്ള റൗണ്ടുകളിൽ നിലവാരമുള്ള മെച്ചപ്പെട്ട പ്രകടനം നടത്താൻ പടച്ചറബ് അനുഗ്രഹിക്കട്ടെ. ഷബീർ തിരുവനന്തപുരമാണ് അടുത്തതായി നമ്മുടെ മുമ്പിലെത്തുന്ന കണ്ടസ്റ്റന്റ്. خلق الإنسان من صلصال كالفخار وخلق الجان من مارج من نار فبأي آلاء ربكما تكذبان. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഷബീർ, പ്രതീക്ഷയില്ലേ? പ്രതീക്ഷയുണ്ട്. സെക്കൻഡ് റൗണ്ടിലെത്തും ഇൻഷാ അല്ലാഹ്. സെക്കൻഡ് റൗണ്ട് അല്ല, ഫൈനൽ റൗണ്ട് വരെ എത്തും അല്ലേ? ഇൻഷാ അല്ലാഹ് എത്തും. ആത്മവിശ്വാസമാണ്. ചോദിക്കാം നമുക്ക് ജഡ്ജിനോട്. ഓക്കെ, സുബൈർ ഉസ്താദ്. അടുത്ത മത്സരത്തിന് തയ്യാറെടുക്കുന്നത് തജ്വീദിൻ്റെ വിഷയത്തിൽ ശ്രദ്ധ ഊന്നിക്കൊണ്ടായിരിക്കണം. അത് സനദ് മുത്തസ്സലായ ശരിയായ ഉസ്താദിൽ നിന്ന് തന്നെ പരിശീലനം നേടണം എന്ന നിർദ്ദേശത്തോടുകൂടി അടുത്ത ചാൻസിലേക്കും ഉപയോഗപ്പെടുത്താൻ അവസരമുള്ളതായി അറിയിക്കുന്നു. അൽഹംദുലില്ലാ. അൽഫ മറ. അൽഫ മറ എന്ന് പറഞ്ഞാൽ അർത്ഥം 1000 തവണ. 1000 അനേകായിരം. ശരി, ബാറക്കല്ലാഹ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അടുത്തതായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് അലി ഫൈലി കീഴ്ശേരിയാണ്. ومثلهم معهم رحمة منا وذكرى لأولي الألباب وخذ بيدك ضغثا فاضرب به ولا تحنث إنا وجدناه صابرا. വലൈക്കും അസ്സലാം. ഫൈലി ഉസ്താദെ, അടുത്ത റൗണ്ടിലേക്ക് എത്തും. ഇൻഷാ അല്ലാഹ് നോക്കാം. അപ്പോൾ നോക്കാം അല്ലേ? ഓക്കെ. സുബൈർ ഉസ്താദ്. ഖിറാഅത്ത് ശൈലിയും ശബ്ദവും തജ്വീദിൻ്റെ നിയമവും എല്ലാം പരമാവധി ശ്രദ്ധിക്കണം. അടുത്ത ചാൻസ് ഉപയോഗപ്പെടുത്താൻ തയ്യാറെടുക്കണം എന്ന നിർദ്ദേശത്തോടു കൂടി
അടുത്ത ചാൻസിലേക്കും അർഹതയുള്ളതായി അറിയിക്കുന്നു. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. അൽഫമറ അല്ലേ? അൽഫമറ. ഓക്കെ, ബറകല്ലാഹ്. ശരി. അബ്ദുൽ വാസിഅ് അടുത്തതായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു. ومن يكتمها فإنه آثم قلبه ومن يكتمها فإنه آثم قلبه والله بما تعملون عليم. വാസിയ മൈക്ക് പിടിക്കും. അതെ, സെക്കൻഡ് റൗണ്ട്. അതെ, പ്രതീക്ഷയുണ്ടോ? ഉണ്ട്. ഉണ്ട്. ചോദിക്കാമെന്നാൽ ജഡ്ജിനോട്. അതെ അല്ലേ? സുബൈർ ഉസ്താദ്. നല്ല ശബ്ദമാണ്, ശൈലിയാണ്. എനിക്കാണെങ്കിലും കൂടുതൽ പരിഗണന നൽകേണ്ടത്, ഒന്നാമതായി പരിഗണിക്കേണ്ടത് തജ്വീദിൻ്റെ നിയമമാണല്ലോ ഖിറാഅത്തിൽ. അത് പരമാവധി ശ്രദ്ധിക്കണം എന്ന നിർദ്ദേശത്തോടു കൂടിയും ഇനി മറ്റു അവസരങ്ങൾ കിട്ടിയാൽ അത് ഉപയോഗപ്പെടുത്താതിരിക്കരുത് എന്ന അപേക്ഷയോടുകൂടിയും ഈ മത്സരത്തിൽ അടുത്ത ചാൻസിന് അർഹതയില്ല എന്നറിയിക്കുന്നു. ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട് മുന്നേറ്റത്തിൻ്റെ വാതായനങ്ങൾ തുറക്കാൻ പടച്ചറബ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വാസിയ, കോഴിക്കോട് വൈറ്റ് റാം നിങ്ങൾക്ക് നൽകുന്ന ഒരു പാരിതോഷികം നൽകുന്നതിനു വേണ്ടി ഡയറക്ടർ ത്വഹ മുഹയ്യിദ്ദീനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സന്തോഷമായോ? ഇനി ദർശന TV നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ്, അത് നൽകുന്നതിന് വേണ്ടി മാനേജർ ഷെരീഫ് സാറെ സ്നേഹപൂർവ്വം അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഖുർആൻ ടാലന്റ് ഷോയിൽ ഇനി നമുക്ക് ബാക്കിയുള്ളത് കേവലം 9 കണ്ടസ്റ്റന്റുകൾ മാത്രമാണ്. ആവേശ പോരാട്ടത്തിന്റെ ചൂടുമായി, ആത്മീയതയുടെ നവ്യാനുഭൂതിയുമായി, പുതിയ പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ودانية عليهم ظلالها وذللت قطوفها تذليلا ويطاف عليهم بآنية من فضة وأكواب كانت قواريرا. وإذ يقول المنافقون والذين في قلوبهم مرض ما وعدنا الله ورسوله إلا غرورا. قال سآوي إلى جبل يعصمني من الماء قال لا عاصم اليوم من أمر الله إلا من رحم. قد أنزل ربي القرآن نورا للناس وتبيانا نحيا بهداه وشرعته شيبا شبانا وفتيانا. هو زاد الروح وبهجتها ورفيق الدرب مدى الزمن يا حامل آي النور فتاة بشراك عطية